ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ കോളനിയിലെ ആ ഫംഗ്ഷനെ ശാലിനിയും വിഷ്ണുവും കൂടെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ ഇവർക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ കാത്തു നിൽക്കണേ. നമ്മുടെ കളക്ടർ ശാലിനി വിഷ്ണു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞതിലെ ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. വൈകിയാണെങ്കിലും നമ്മളത് ആഘോഷിക്കാൻ പോവാണിപ്പോ. പിന്നെ മാഡം വരുന്നത് ഓട്ടോറിക്ഷയിലാ, അതും സാധാരണക്കാർ ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ ഓട്ടോയില്. അത് നമുക്ക് ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ശാലിനിയെ കുറിച്ചും പിന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആ കുട്ടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ശാലിനിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാണുന്നില്ലല്ലോ, ഇപ്പൊ വരുമായിരിക്കും. അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഓട്ടോറിക്ഷ അങ്ങോട്ട് വരും. ഓട്ടോന്ന് വിഷ്ണുവും ശാലിനിയും കുട്ടികളും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഫ്ലവേഴ്സും ബൊക്കെയൊക്കെ കൊടുത്ത് ശാലിനി അവര് സ്വീകരിക്കണേ. വിഷ്ണുവും മക്കളും അതിങ്ങനെ നോക്കി നിൽക്കും. അവര് ശാലിനിയുടെ സ്വീകരണത്തോടൊപ്പം കൂടെ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ശാലിനി കളക്ടറാണല്ലോ, ആ ഒരു രീതിയിൽ തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞാലേ വിഷ്ണുവും മക്കളെ കൂട്ടി പോകാൻ നിൽക്കുമ്പോഴായിരിക്കും കുട്ടികൾ അവിടെ വേറെ കുട്ടികള് കളിക്കുന്നത് കാണുന്നത്. പിള്ളേരായ അങ്ങനെ തന്നെയാണല്ലോ, കുറച്ച് ആൾക്കാർ കളിക്കുന്നുണ്ട്, അങ്ങോട്ട് ഓടും, സ്വാഭാവികം. ഇവരും അങ്ങ് പോവാൻ നിൽക്കുമ്പോ ഏയ് എങ്ങോട്ടാ, അവിടെ അകത്തൊരു പരിപാടി നടക്കല്ലേ, വാ അതേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഒന്ന് പോ അച്ഛാ, അവിടെ ഇരുന്ന ബോറടിക്കും, വാ സപ്പി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഓടി പോകുമ്പോ വിഷ്ണു പറയും സൂക്ഷിച്ച്, രണ്ടുപേരും കൂടെ കളിക്കാൻ പോയിട്ട് അവിടുത്തെ കുട്ടികളെ തലരുതിട്ടോ എന്ന് വിഷ്ണു പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കുട്ടികൾ ഊഞ്ഞാലാടുമ്പോ ഇവരങ്ങോട്ട് ഓടി ചെന്നിട്ട് ഞങ്ങളാടട്ടെ. അങ്ങനെ ആദ്യം അവര് സത്യ ഊഞ്ഞാലാട്ടി കൊടുക്കണേ. വിഷ്ണു അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ സത്യ പറയും അച്ഛൻ പൊക്കോ, ഞങ്ങൾ ഇവരുടെ കളിച്ചോളാം, അച്ഛൻ പൊയ്ക്കോ അച്ഛാ, ഞങ്ങൾ സൂക്ഷിച്ച് കളിച്ചോളാം. വിഷ്ണു വീണ്ടും വീണ്ടും ഇങ്ങനെ പറയും സൂക്ഷിക്കണേ ആ അച്ഛാ. അങ്ങനെ കുട്ടികളെ വിഷ്ണുവിനെ അവിടുന്ന് പറഞ്ഞയക്കാണ്. അങ്ങനെ വിഷ്ണു ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോകും. ഇവിടെ കുറെ കുട്ടികളുണ്ട്, പപ്പിയും സത്യം മാത്രമല്ല. അങ്ങനെ ഇവര് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത് തന്നെ വിഷ്ണു അകത്ത് പോയി കഴിയുമ്പോ തന്നെ ആ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട്. കാർന്ന് ഇറങ്ങി ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ സത്യ ഒരുപാട് ആടി കഴിയുമ്പോ പപ്പി പറയും സത്യ ഇനി ഞാനും ഊഞ്ഞാലാടട്ടെ. അപ്പൊ സത്യ മാറി കൊടുക്കും, പപ്പി കയറിക്കോ. അങ്ങനെ പപ്പിയും ഊഞ്ഞാലാടാൻ തുടങ്ങാണ്. ഈ സമയം ഗുണ്ടകളില് ഒരാളേക്കും ഇതിപ്പോ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, ഇതിലേതാ? അപ്പൊ നേരത്തെ കുടുംബശ്രീ വീട്ടിലേക്ക് വന്ന് ചായ കുടിച്ച ആ ഒരു ഗുണ്ട പറയും അതിലെ നല്ല ഡ്രസ്സ് ഇട്ടതിലെ ഒരു കുട്ടിയാണ് നമുക്ക് വേണ്ടത്. അതിലേത് കുട്ടി? അത് വിളിച്ചു ചോദിക്കേണ്ടി വരും. അപ്പൊ അവര് പറയും എന്നാ വിളിച്ചു ചോദിക്കും, ഫംഗ്ഷൻ തീരുന്നതിന് മുന്നേ കുട്ടിയെ കൊണ്ട് കടക്കണം. അങ്ങനെ ഇയാളെ നേരെ സുസ്മിതനെയാണ് വിളിക്കുന്നത്. സുസ്മിതയ്ക്കും എന്തായി പീറ്ററെ, കാര്യം നടന്നോ? ഇവിടെ രണ്ട് കുട്ടികളുണ്ടല്ലോ, ഇതിൽ ഏത് കുട്ടിയാണ് നമുക്ക് പൊക്കേണ്ടത്? സുസ്മിത പറയും രണ്ടിനെയും പൊക്കിക്കോ, ഒന്നെടുത്താ ഒന്ന് ഫ്രീ, ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാ മതി. ക്ലോറോഫോം ഒക്കെ എടുത്തിട്ടില്ലേ? അപ്പൊ പറയും ഉണ്ട്, ഇത് പക്ഷേ ഓട്ടോക്കാർ നടത്തുന്ന ഫംഗ്ഷനാണ്, ഇവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്നത്. സുസ്മിത പറയും അപ്പൊ സൂക്ഷിക്കണം, ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അറിയാലോ ഓട്ടോക്കാരെ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്നവരാ, അവര് കൂടിയാൽ കാക്കക്കൂട്ടം കൂടുന്നത് പോലെയാ, രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാര്യം ഇരുട്ടിട്ട് കൊണ്ടുവന്നാ മതി കേട്ടോ, അല്ലെങ്കിൽ സംശയം തോന്നും. ഓക്കെ എന്ന് പറഞ്ഞാൽ അയാൾ കോള് കട്ട് ചെയ്യും. അങ്ങനെ അയാള് കൂടെയുള്ള ആൾക്കാരെടുത്ത് പറയും രണ്ടിനെയും പൊക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവര് സത്യനെയും പപ്പിനെയും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് സുബേർക്കയുടെ അടുത്ത് വന്നിട്ട് കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയിക്ക, പ്രതീക്ഷിച്ചതുപോലെയല്ല അവൻ വളർന്നത്. അവന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ ഇക്കാനോട് മാപ്പ് ചോദിക്കാം. ബന്ധങ്ങളുടെ വില അവൻ അറിയില്ല. അവന്റെ ഉള്ളില് എന്തൊക്കെയോ ലഹരിയുണ്ട്, അല്ലെങ്കിൽ ഇക്കാനോട് അവൻ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ കരഞ്ഞാ പറയുന്നത്. ഇക്ക ഓർക്കുന്നുണ്ടോ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് നമ്മൾ അവനെ? അവന്റെ ബാപ്പയെക്കാളും അവന് ചെറുപ്പത്തിൽ സ്നേഹം മുഴുവനും ഇക്കയോടായിരുന്നു. ഇക്കയ്ക്കും നൂർജഹാനയോടുള്ള വാത്സല്യത്തോടെ തന്നെയല്ലേ ഇക്ക അവനെയും കണ്ടത്. എന്നിട്ടാ എന്റെ ഇക്കാനോട് അവൻ ഇങ്ങനെ ചെയ്തത്. ഈ പാപൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? ഇനിയിപ്പോ നൂർജഹാന്റെ കാര്യത്തിലെ വ്യക്തമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. സുബൈർക്ക അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുതെന്ന് അങ്ങനെ നോക്കി കിടക്കാണ്. അവളെ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് എഴുതി തള്ളാൻ പറ്റില്ല. നിസറിന്റെ മകനൊക്കെ തന്നെ, പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ഈ പോക്കില് എനിക്ക് പേടിയാ. അവന്റെ കയ്യിലേക്ക് നൂർജഹാനെ കൊടുത്ത എന്റെ നബീസ എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് ഈ കല്യാണം നമുക്കിപ്പോ നടത്തണ്ടേക്കാ, എനിക്ക് പേടിയാ എന്റെ മോനെ, ഈ കല്യാണം വേണ്ടേക്കാ എന്ന് പറഞ്ഞേ സുബൈദ ഇങ്ങനെ പൊട്ടിക്കറിയുമ്പോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നസീറിന്റെ ബാപ്പയെ അങ്ങോട്ട് വരിക. എന്നിട്ട് അവിടെ വന്നിരുന്നു പറയണേ മക്കള് വഴിപിഴച്ചു പോയിട്ടല്ല തള്ളമാര് ചിന്തിക്കേണ്ടത്, അങ്ങനെ പോകുന്നതിന് മുമ്പ് ചിന്തിക്കണായിരുന്നു. അവന്റെ കൂട്ട് അവന് വഷളാക്കി, അതെനിക്കും അറിയാവുന്നതാ. എന്ന് കരുതി നമുക്ക് നമ്മുടെ മകനെ കളയാൻ പറ്റുമോ? ഇല്ല, അവനെ ഗുണദോഷിച്ച് നന്നാക്കണം. അതിനുള്ള ഏക മരുന്നാണ് നൂർജഹാൻ. സുബൈദയ്ക്കും അപ്പൊ ഇതൊരു പരീക്ഷണ കല്യാണാണോ? വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ചെക്കന്മാർക്ക് ഒരു കല്യാണം ഒരു തിരിച്ചുവരവായിട്ടുണ്ട് അവർക്കൊക്കെ. നമ്മുടെ മകൻ അത്രയ്ക്ക് ഭീകരമായിട്ടൊന്നും കൈവിട്ടു പോയിട്ടില്ലല്ലോ. സുബൈദയ്ക്കും ഇല്ലേ, കൈവിട്ടു പോയിട്ടില്ലേ? എന്റെ ഇക്ക ഇങ്ങനെ കിടക്കാൻ കാരണക്കാരൻ ആരാണെന്നറിയോ? അപ്പോഴും അയാള് പറയും സുബൈദ നീ ഇപ്പൊ സംസാരിക്കേണ്ടത് നിന്റെ മകന്റെ ഭാഗത്ത് നിന്നാ. ചെറുപ്പം മുതൽ നീ അവനെ
കൊടുത്ത സ്വാതന്ത്ര്യം, അവൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം നീ അവന് സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ വളർന്നപ്പോ അതവൻ ദുരുപയോഗം ചെയ്തു. അപ്പൊ അവൻ കാണിക്കുന്നതിനൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീ കുറ്റക്കാരിയാണ്. എനിക്ക് അന്യദേശത്ത് കിടന്ന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കി തരാനേ പറ്റൂ. വീട്ടിലുള്ള കുട്ടികളുടെ വളർച്ച നോക്കേണ്ടതും അവരെ നേർവഴിക്ക് നടത്തേണ്ടതും നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അതിൽ നിനക്ക് പറ്റിയ പാളിച്ചയാണ് ഒരു തെറ്റായി ഇപ്പൊ നമ്മുടെ മകൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അവന്റെ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ നിനക്കും ബാധ്യതയുണ്ട്. ഇവിടെ നീ നിന്റെ ഇക്കയുടെ മകളുടെ കാര്യമല്ല നോക്കേണ്ടത്, നിന്റെ മകന്റെ കാര്യമാണ്. അപ്പൊ തന്നെ സുബേദയ്ക്കും എന്ന് കരുതി ഒരു പെൺകുട്ടിയുടെ ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ടും ഇല്ലാതാക്കണോ? അയാൾ പറയും അവൻ നന്നാവും, അവന്റെ കൂട്ടുകെട്ടുകളൊക്കെ മാറും. നൂർജഹാൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന് നഷ്ടപ്പെട്ട ജീവിതം അവന് തിരികെ കിട്ടും. സുബൈദ് പറയും ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന് കൂട്ടു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ അയാൾ പിടിച്ചു വെച്ചിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയും, പക്ഷേ എനിക്ക് എന്റെ മകന്റെ കൂടെ നിൽക്കാനേ കഴിയൂ, ഈ വിവാഹം ഞാൻ നടത്തും, അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പൊ സുബൈദ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാ, ഇക്ക ഞാനിനി എന്ത് ചെയ്യും, പഠിച്ചോനെ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടെ ഇങ്ങനെ അവിടെ ഇരുന്ന് കരയാണ്. ആ ഒരു വഴി ശാലിനി തന്നെയാണെന്നുള്ളത് അവർക്ക് പറയില്ലല്ലോ. സുബൈർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് ആ കോളനിയില് ഫംഗ്ഷൻ നടക്കുന്നിടത്താണ്. ശാലിനിയും വിഷ്ണു ഹാളിലാണുള്ളത്. ഇവരാണെങ്കില് കുട്ടികളെ നോക്കിക്കൊണ്ട് ആ ഗുണ്ടകൾ പുറത്തുണ്ട്. മറ്റു കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇവരെ നമ്മൾ എങ്ങനെ എടുക്കും? ഒരാൾ പറയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ സമയത്ത് അവിടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ഓടിക്കതച്ച് അവിടെ വന്നിരിക്കുമ്പോൾ ശാലിനി കുട്ടികളെ എവിടെയെന്ന് ഇങ്ങനെ കണ്ണോട് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് കളിക്കുക എന്നൊക്കെ ആക്ഷൻ കാണിച്ചു പറയും. അവിടെ ആണെങ്കിൽ ശാലിനിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗം നടക്കാണ്. അങ്ങനെ ആദ്യം തന്നെ സമ്മാനദാന ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. ശാലിനിയെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഫുൾ A+ വാങ്ങിച്ച കുട്ടിക്ക് ആദ്യം സമ്മാനം കൊടുക്കും. അങ്ങനെ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് ആദ്യം കൊടുക്കും. ശേഷം ഈ കോളനിയിൽ ആദ്യമായിട്ട് ഫുൾ A+ വാങ്ങിച്ച ശ്രീമോൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെയും വിളിക്കണേ. കൂടെ ശ്രീധരേട്ടനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കുട്ടിക്ക് പൊന്നാട അണിയിച്ചു കൊടുത്തിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവിടെ എല്ലാവർക്കും വിഷ്ണുവിനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ആ അച്ഛനോട് ശ്രീധരേട്ടനോട് സംസാരിക്കാൻ പറയുമ്പോൾ ആദ്യം അയാള് ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ സംസാരിക്കും. മടിച്ചിട്ട് ഈ വിജയത്തിൽ സന്തോഷമുണ്ടെന്നും ഇനിയും ഉന്നത വിജയം എന്റെ മോൾക്ക് നേടിക്കൊടുക്കണമെന്നും സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാ. ഇതെന്റെ കഷ്ടപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയ ധനം തന്നെ. മുണ്ടു മുറുക്കിയെടുത്തവന്റെ വിജയം, അച്ഛനൊരു മകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ വിജയം എന്റെ മാത്രമല്ല, അല്ലെങ്കിൽ എന്റെ മോളുടെ മാത്രമല്ല, ഈ കോളനിക്കാരുടെ കൂട്ടായ പ്രാർത്ഥനയിൽ നിന്നുണ്ടായ വിജയമാണ്. ഇനി മോൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വെക്കുമ്പോ ആ കുട്ടി പറയും, എനിക്ക് ഈ സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല, അത് പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയും. അത് കേൾക്കുമ്പോൾ ആ കുട്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ കുട്ടി ശാലിനി അണിയിച്ചു കൊടുത്ത ആ പൊന്നാട ഊരിയിട്ട് അത് അച്ഛന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛനെ കുറിച്ച് ഓരോന്ന് സംസാരിക്കുമ്പോൾ ആ അച്ഛന്റെ കണ്ണ് നിറയണേ. എല്ലാവർക്കും ഇത് കാണുമ്പോൾ സന്തോഷമാവാണ് ചെയ്യുന്നത്. ഇതേ സമയം കുട്ടികളുടെ ഊഞ്ഞാലാടാണല്ലോ. അപ്പോൾ ഒരു കുട്ടി പറയും, എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നു, ഞാനിപ്പോൾ വരാം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ കോളനിയിലെ കുട്ടികൾ തന്നെ എനിക്കെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോകും. സത്യയും പപ്പയും മാത്രം അവിടെ നിന്ന് ഊഞ്ഞാലാടണേ. ഇത് ആ ഗുണ്ടകൾക്ക് നല്ലൊരു ചാൻസാ. ക്ലോറോഫോം എടുക്ക് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഓരോ കർച്ചീഫിന് ആക്കി അവർ റെഡിയാവാണ്. ഇതേ സമയം ശാലിനിയുടെ 2 വാക്ക് അവിടെ സംസാരിക്കാൻ പറയുമ്പോൾ ശാലിനി കുട്ടികളെ കുറിച്ചും ഈ മണ്ണിൽ നിന്നും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിനും സാധിക്കും. നന്മ കൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അങ്ങനെയുള്ളവരിൽ ദൈവത്തിന്റെ ഒരു കൈത്താങ്ങ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് ഉദാഹരണം തേടി വേറെ എങ്ങോട്ടും നിങ്ങൾ പോണ്ട, ഈ ഞാൻ തന്നെയാണ്, ശാലിനി വിഷ്ണു എന്ന ഞാൻ തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിനാണ് കൂടുതൽ സന്തോഷാവുന്നത്. അവിടെ രാമേട്ടനും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ശാലിനിയുടെ വാക്കുകേട്ട് സന്തോഷത്തിലെ കൈയടിക്കാണ്. ഞാനൊരു സാധാരണക്കാരിയാണ്, കുടുംബശ്രീ ശാരദയുടെ മകൾ, ചായക്കടക്കാരി. അങ്ങനെ ശാലിനി ആ ജീവിതം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും മുന്നിലും. രാവിലെ അമ്മയെ സഹായിച്ച് തിരക്കിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയെ എനിക്കിപ്പോ നിങ്ങൾ ഓരോരുത്തരിലും കാണാൻ കഴിയുന്നുണ്ട്. രാത്രി ഹോട്ടലിലെ പണിയും വീട്ടിലെ ജോലിയും പഠിത്തവും ഹോംവർക്കും എല്ലാം ചെയ്ത വളർന്നു വന്ന എനിക്കൊരു കളക്ടർ ആവാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇത്രയും സ്നേഹനിധിയായ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ഏത് ഉയരാണ് കീഴടക്കാൻ കഴിയാത്തത്? ഇതേ സമയം കുട്ടികളുടെ അടുത്തേക്ക് ആ ഗുണ്ടകൾ വരും. മക്കളെ അങ്കിൾ ആട്ടിത്തരണോ? സത്യക്കും സ്പീഡിൽ ആട്ടിത്തരോ? അതിനെന്താ, അതിനു മുമ്പ് മോളിതൊന്നും മണത്തേ എന്ന് പറഞ്ഞ് അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുപോയി അങ്ങ് മണപ്പിക്കും. രണ്ടുപേരും അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുമ്പോൾ ഗുണ്ടകള് അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്തുകൊണ്ടുപോയി ആ വണ്ടിയിലിടണേ. ശേഷം വണ്ടി എടുത്ത് ഉടൻ തന്നെ അവരവിടുന്ന് പോകും. ഇതൊന്നും അവിടെ വേറെ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും ആ ഹാളിലാണ്. കുട്ടികളാണെങ്കിൽ വെള്ളം കുടിക്കാനും പോയല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. താങ്ക്